നവകേരളത്തിന്റെ ഭാഗമായി ഇലഞ്ഞി ഗവൺമെന്റ് LP സ്കൂളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. സ്കൂൾ പരിസരം വൃത്തിയാക്കുന്നതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ഇലഞ്ഞി ഗവൺമെന്റ് LP സ്കൂൾ അങ്കണത്തിൽ വെച്ചാണ് മാലിന്യവിമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വിപുലമായ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നത്. വളരെ വലിയ ഇവിടെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഈ കേരള സംസ്ഥാനത്തുടനീളം ഏതാണ്ട് 20,000 വാർഡുകളിൽ വാർഡ് മെമ്പർമാരുടെയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ആശാവർക്കർമാരുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ ഒരു ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തും സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ചും അതോടൊപ്പം സ്വന്തം ഉത്തരവാദിത്വം എന്ന നിലയിൽ സമൂഹത്തിന് നല്ല ഒരു മെസ്സേജ് നൽകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ 2 ദിവസങ്ങളിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്, നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ആശാവർക്കർമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും എല്ലാവരുടെയും നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ഈ 2 ദിവസവും നടക്കുകയാണ്. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, നമ്മുടെ പഞ്ചായത്തിന് വിട്ടുകിട്ടിയിരിക്കുന്ന സ്ഥാപനങ്ങൾ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ പരിസരം വൃത്തിയാക്കുന്നതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല രീതിയിൽ സ്കൂൾ കുട്ടികൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഈ സ്കൂളും പരിസരവും ഒക്കെ മാലിന്യമുക്തമായിരിക്കുവാനും രോഗ അവസ്ഥകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സ്കൂൾ അതുകൊണ്ടാണ് നമ്മളിന്ന് തെരഞ്ഞെടുത്തത്. തുടർന്ന് ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ജോസഫ് അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജിനി ജിജോയ്, മാജി സന്തോഷ്, വാർഡ് മെമ്പർമാരായ സുമോൻ ചെല്ലപ്പൻ, ജോർജ് ചമ്പമല, സുജിത സദൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി, കില ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തൊട്ടാകെ 20,000 വാർഡുകളിൽ 20,000 ജനപ്രതിനിധികൾ ഒന്നുചേർന്നിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ മഴക്കാലപൂർവ്വ ശുചീകരണ യോഗം ഇവിടെ ഔപചാരികമായിട്ട് നമ്മുടെ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമിതി പ്രീതി അനിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.